ചാവക്കാട് കമ്പോളത്തിലെ പച്ചക്കറി മൊത്തവ്യാപാരിയായിരുന്നു 45കാരനായ ജോണി. നിറയെ പച്ചക്കറികൾ സൂക്ഷിച്ചിരുന്ന ജോണിയുടെ വിശാലമായ കടയുടെ രണ്ടു വശത്തും റോഡുകളുണ്ട്. ആ രണ്ടു വശങ്ങളിലും കടയ്ക്ക് റോളിംഗ് ഷട്ടറുകളുമുണ്ട്. പ്രധാന റോഡിന് അഭിമുഖമായുള്ള ഭാഗത്ത് കടയ്ക്ക് മുന്നിൽ ഓലമേഞ്ഞ തട്ടുപന്തലുണ്ട്. കടയിൽ ജോണിയെ സഹായിക്കാനായി 3 ജോലിക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം സന്ധ്യ മയങ്ങി. അന്നത്തെ കച്ചവടമൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. ജോലിക്കാർ പച്ചക്കറികളൊക്കെ അടുക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പുറത്ത് ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചാളുകൾ കടയുടെ മുൻവശത്തുള്ള പന്തലിൽ മഴ നനയാതിരിക്കാൻ കയറി നിൽക്കുന്നു. കടയ്ക്കുള്ളിൽ മുൻവശത്ത് ഒരു കോണിൽ മേശയ്ക്കരികിൽ റോഡിനെ പിന്തിരിഞ്ഞ് കസേരയിലിരുന്ന ജോണി കണക്കെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയ്യോ എന്ന അലർച്ചയോടെ ജോണി മേശപ്പുറത്തേക്ക് കമിഴ്ന്നു വീണു. ഷോക്കേറ്റതുപോലെയാണ് ഇരുന്നിടത്തു നിന്നും ജോണി വീണത്. ചാറ്റൽ മഴയ്ക്കിടയിൽ ചെറിയൊരു ഇടിമുഴക്കം കേട്ടയുടനെയാണ് അലർച്ചയോടെ ജോണി മേശയിലേക്ക് കമിഴ്ന്നു വീണത്. കടയിലെ ജോലിക്കാരും പന്തലിൽ നിന്നവരും ഓടിക്കൂടി. അവർ ജോണിയെ താങ്ങിയെടുത്ത് ഒരു ജീപ്പിൽ കയറ്റി സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ അതിനകം മരണം സംഭവിച്ചിരുന്നു. ജോണിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് മരിച്ചത് ഹൃദയാഘാതം മൂലമായിരിക്കാമെന്നാണ്. മരണകാരണത്തിൽ ആർക്കും സംശയം തോന്നിയില്ല. പുറമേ നിന്നൊരാക്രമണം ആരും നടത്തിയിട്ടില്ല. മൃതദേഹത്തിനാവട്ടെ പരിക്കുമില്ല. പിന്നെ ഇതിന് സംശയിക്കണം? വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതശരീരം പിറ്റേന്ന് രാവിലെ പള്ളിയിൽ സംസ്കരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. സംസ്കാരത്തിന് മുമ്പ് മൃതശരീരം കുളിപ്പിക്കാനെടുത്തപ്പോഴാണ് മുതുകിൽ ഇടത് തോൾപ്പലകയുടെ ഭാഗത്ത് ഒരു ചെറിയ മുറിവ് ചിലർ കണ്ടത്. അവിടെ രക്തം പൊടിഞ്ഞ അടയാളവും വ്യക്തമായി കാണാമായിരുന്നു. മരിച്ചയാളുടെ മകൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായ 18 വയസ്സുകാരനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. മുതുകിൽ മുറിവ് കണ്ട ഭാഗത്ത് തന്നെ ഷർട്ടിലും കീറൽ കണ്ടിരുന്നു. അവിടെയും ചോരപ്പാടുണ്ടായിരുന്നു. ആ മുറിവ് കണ്ട മകന് അപ്പന്റെ മരണത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അയാൾ അപ്പന്റെ അനുജനെ വിളിച്ച് മുറിവ് കാണിച്ചു. കടയിൽ നിന്ന് ജീപ്പിൽ കയറ്റി ജോണി ആശുപത്രിയിൽ കൊണ്ടുപോയതിനിടെ ജീപ്പിന്റെ വശത്തുള്ള ആണിയോ മറ്റോ കൊണ്ടതാവുമെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. എങ്കിലും മകന്റെ സംശയം മാറിയില്ല. അയാൾ അപ്പന്റെ ഷർട്ട് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. എന്തായാലും നിശ്ചിത സമയത്ത് തന്നെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മനസ്സിൽ കുരുങ്ങിക്കിടന്ന സംശയവുമായി ജോണിയുടെ മകൻ പിറ്റേന്ന് തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കാണാൻ ചെന്നു. മരണസമയത്ത് ധരിച്ചിരുന്ന ഷർട്ടുമായാണ് മകൻ ചെന്നത്. വിവരങ്ങൾ ശ്രദ്ധയോടെ കേട്ട SP ഉടനെ കുന്നുകുളം സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു. കേസ് അന്വേഷണം ഏൽപ്പിച്ചു. കേസ് ഏറ്റെടുത്ത CI മൃതശരീരം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. ജോണിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം അന്വേഷിക്കണമെന്നും പ്രതികളെ പിടികൂടണമെന്നും പറഞ്ഞ് തദ്ദേശവാസികൾ അതിനിടെ ഇളകിയിരുന്നു. മൃതശരീരം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു എന്നറിഞ്ഞതോടെ ജനത്തിന്റെ ആകാംക്ഷ ഇരട്ടിച്ചു. സെമിത്തേരിയിലെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന സംഭവങ്ങൾ അത്ര സാധാരണമല്ലല്ലോ. ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയപ്പോൾ ശ്വാസകോശത്തകത്തു നിന്ന് ചെറിയൊരു വെള്ളാരം കല്ല് കിട്ടി. കടയ്ക്ക് സമീപം നാടൻ ബോംബ് പൊട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ബോംബാകുമ്പോൾ അകത്ത് തീർച്ചയായും വെള്ളാരം കല്ലും കാണും. അത് തുളച്ചു കയറിയ പാടാണ് മുതുകത്ത് കണ്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ കൊടുത്ത ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് ലബോറട്ടറിയിലെ വിദഗ്ധർ സ്ഥലപരിശോധന നടത്തിയപ്പോൾ ബോംബ് പൊട്ടിയതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. മരിച്ചയാൾ ധരിച്ചിരുന്ന ഷർട്ട് ഫോറൻസിക് വിദഗ്ധർ സൂക്ഷ്മമായി പരിശോധിച്ചു. 1/2 സെന്റിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു ദ്വാരമാണ് മുതുകിന്റെ ഭാഗത്ത് കണ്ടത്. ആ ദ്വാരത്തിൽ ചുറ്റും ചാരനിറത്തിലുള്ള ഒരു വലയവും ഷർട്ടിന്റെ ഉൾവശത്ത് രക്തക്കറകളും കാണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഷർട്ടിലെ ദ്വാരം പോലെ തന്നെ ദേഹത്തെ മുറിവിന്റെയും വ്യാസം ഏതാണ്ട് 1/2 സെന്റിമീറ്റർ തന്നെയായിരുന്നു. ഒരു ചെറിയ വെടിയുണ്ട തുളച്ചുകയറിയ ദ്വാരം പോലെയായിരുന്നു അത്. കാലിബർ .22 ഇഞ്ചുള്ള റിവോൾവറിലും റൈഫിളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടയുടെ വ്യാസം 1/2 സെന്റിമീറ്ററാണ്. ഇത്തരം തോക്കുകളിലുള്ള വെടിയുണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ട നിർമ്മിച്ചിരിക്കുന്നത് തനി ഈയം കൊണ്ട് മാത്രമായിരിക്കും. മറ്റു തോക്കുകളിലേതുപോലെ വെടിയുണ്ടയ്ക്ക് പിച്ചളയുടെയോ നിക്കലിന്റെയോ കവചമുണ്ടാകില്ല. അത്തരമൊരു വെടിയുണ്ടയാണ് ഷർട്ട് തുളച്ചതെങ്കിൽ ആ ദ്വാരത്തിന് ചുറ്റും ചാരനിറമുള്ള ഒരു വലയമുണ്ടാകും. അതിൽ ഈയത്തിന്റെ അംശവും ഉണ്ടായിരിക്കും. ഷർട്ട് കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലബോറട്ടറിയിലേക്ക് അയച്ചു. തുടർന്നുള്ള പരിശോധനയിൽ ഷർട്ടിന്റെ ദ്വാരത്തിന് ചുറ്റുമുള്ള വലയത്തിൽ ഈയത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഷർട്ടിൽ കാണപ്പെട്ടത് 0.22 വെടിയുണ്ട തുളച്ചുകയറിയ അടയാളം തന്നെയാണെന്ന് ബോധ്യമായി.
ആദ്യത്തെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വെടിയുണ്ട കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ ജോണിയെ വധിച്ചത് വെടിവെച്ചതാണെന്ന കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ വീണ്ടും കൂടുതൽ പരിശോധനകൾ നടത്തിയേ മതിയാകൂ. ജോണിയുടെ പച്ചക്കറിക്കടയിൽ പോയി അയാളുടെ അന്ത്യം സംഭവിച്ചതിന്റെ ഒരു പുനരാവിഷ്കരണം നടത്തുക എന്നതായിരുന്നു പോലീസിന്റെ അടുത്ത ലക്ഷ്യം. മരണസമയത്ത് ജോണി ധരിച്ചിരുന്ന ഷർട്ട് അയാളുടെ അത്ര തന്നെ വണ്ണവും തൂക്കവുമുള്ള മറ്റൊരാളെ ധരിപ്പിച്ച് കടയുടെ ക്യാഷ് കൗണ്ടറിൽ ജോണി ഇരുന്നിരുന്ന കസേരയിൽ ഇരുത്തി പരീക്ഷണം നടത്തി. ഉടുപ്പിലെ ദ്വാരം മുതുകിൽ തോൾപ്പലകയ്ക്ക് താഴെയായിരുന്നു. വെടിയുണ്ട വന്നത് ഏത് ദിശയിൽ നിന്നാണെന്ന് ഏറെക്കുറെ വ്യക്തമായി. ദൂരെ നിന്ന് നിറയൊഴിച്ചാൽ മുതുകിൽ തറക്കില്ല. കാരണം ജോണിയിരുന്ന കസേരയ്ക്ക് പിന്നിൽ ചുമരാണ്. മാത്രമല്ല തട്ടുപന്തൽ താഴേക്ക് ചരിഞ്ഞിരുന്നതുമാണ്. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത കടയുടെ വരാന്തയിൽ തന്നെ നിന്നുകൊണ്ടാകും കൊലയാളി നിറയൊഴിച്ചത്. അങ്ങനെയെങ്കിൽ കടയിലെ ജോലിക്കാർ വെടിയൊച്ച കേട്ടിരിക്കണം. കടയിലെ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോൾ കടയുടമ മരിച്ചു വീണ സമയത്ത് ഇടിവെട്ടുന്നത് പോലെ എന്തോ ശബ്ദം കേട്ടതായി കടയിലെ 3 ജോലിക്കാർ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയും ശ്വാസകോശത്തിലെ വെള്ളാരം കല്ലും കൂടി ചേർത്ത് വായിച്ചപ്പോഴാണ് ബോംബ് പൊട്ടിയതാണെന്ന് ആദ്യത്തെ നിഗമനത്തിലെത്തിയിരുന്നത്. ചാറ്റൽ മഴയും മിന്നലും ഉണ്ടായിരുന്ന സമയമായതിനാൽ ഇടിവെട്ടാണെന്ന് ജോലിക്കാർ അന്ന് കരുതി. വെടിയൊച്ചയാണോ എന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നീട് ആ കടയിലുണ്ടായിരുന്ന 3 ജോലിക്കാരെയും കൊണ്ട് പോലീസ് തൃശൂരിലെ രാമവർമ്മപുരത്തെ പോലീസ് ക്യാമ്പിലേക്ക് പോയി. കടയിലെ ജോലിക്കാരെ ക്യാമ്പിൽ വെടിവയ്പ് പരിശീലനം നടത്തുന്ന മൈതാനത്ത് കൊണ്ടുപോയി നിരത്തി നിർത്തി. ആ ക്യാമ്പിലെ ആയുധറയിൽ നിന്നും പലതരത്തിലുള്ള തോക്കുകൾ എടുത്തു. അവയിൽ നിന്നും വെടിയുതിർക്കുന്നതിന് മുമ്പ് ജോണിയുടെ ജോലിക്കാരോട് ഓരോ വെടിയൊച്ചയും ശ്രദ്ധിച്ചു കേൾക്കാനും ഏതെങ്കിലും വെടിയൊച്ചയ്ക്ക് ജോണി മരിച്ച സമയത്ത് കേട്ട ശബ്ദവുമായി സാമ്യമുണ്ടെങ്കിൽ പറയണമെന്നും നിർദ്ദേശിച്ചു. അങ്ങനെ അവരെ ഓരോ തരം തോക്കുകളിൽ നിന്നും നിറയൊഴിച്ച് കേൾപ്പിച്ചു. കാലിബർ .22 റിവോൾവറിൽ നിന്നും വെടിയുതിർത്ത ശബ്ദം കേട്ടപ്പോൾ ജോലിക്കാരുടെ മുഖത്ത് അത്ഭുതവും ജാഗ്രതയും നിഴലിച്ചു. അവർ മൂവരും ആ ശബ്ദം ഒരു നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. അന്ന് കേട്ട ഒച്ച ഇത് തന്നെയാണെന്ന് മൂവരും ഏകസ്വരത്തിൽ പറഞ്ഞു. എങ്കിലും ജോണി വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണെന്ന് തെളിയിക്കണമെങ്കിൽ മൃതശരീരത്തിൽ നിന്ന് വെടിയുണ്ടയും കൊലയ്ക്ക് ഉപയോഗിച്ച തോക്കും കണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മൃതദേഹത്തിൽ വെടിയുണ്ട കാണാം. മൃതദേഹം ആദ്യത്തെ പരിശോധനയ്ക്ക് ശേഷം കുഴിച്ചിട്ടിട്ട് അപ്പോൾ 2 മാസം കഴിഞ്ഞിരുന്നു. ചീഞ്ഞ ശരീരാവശിഷ്ടങ്ങളിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളവും 1/2 സെന്റിമീറ്റർ വ്യാസവുമുള്ള ഒരു ബുള്ളറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അത് വൈക്കോൽ കുനയിൽ കളഞ്ഞുപോയ സൂചി തിരയുന്നത് പോലെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയിരിക്കെയാണ് മെറ്റൽ ഡിറ്റക്ടറിനെ പറ്റി പോലീസ് ആലോചിക്കുന്നത്. 10 അടി ആഴത്തിൽ വരെ കുഴിച്ചിട്ടിരുന്ന ബോംബുകളും ലോഹസാധനങ്ങളും കണ്ടെത്താൻ ശേഷിയുള്ള ഒരു ആധുനിക മെറ്റൽ ഡിറ്റക്ടർ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടെന്നും അതുകൊണ്ടുവന്ന് പരിശോധന നടത്താമെന്നും SP നിർദ്ദേശിച്ചു. ശവശരീരം ഒന്നുകൂടി പുറത്തെടുത്ത് പരിശോധന നടത്താമെന്ന് ഇതിനിടെ ധാരണയായി. എന്നാൽ ഈ അവസരത്തിൽ കേസിന്റെ അന്വേഷണം പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറുവാൻ പോലീസ് ആസ്ഥാനത്ത് നിന്നും ഉത്തരവായി. എത്രയും വേഗം മൃതദേഹം കുഴിച്ചെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാലും വളരെ ചെറിയ വെടിയുണ്ട ചീഞ്ഞ ശവശരീരത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമായിരുന്നു. മൃതശരീരം കുഴിച്ചെടുക്കുന്നതിന് മുമ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വെടിയുണ്ട കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാൻ ഫോറൻസിക് വിദഗ്ധർ ഒരു പരീക്ഷണം നടത്തി. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും മെറ്റെക്സ് എന്ന ബ്രാൻഡ് മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്നു. തൃശൂർ പോലീസ് ക്ലബിലെ ഹാളിൽ SP കൊണ്ടുവന്ന ഒരു വലിയ പഞ്ഞിമെത്ത ചുരുട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് 0.22 റിവോൾവർ ചേർത്ത് വെച്ച് നിറയൊഴിച്ചു. മെത്ത പൊട്ടി പഞ്ഞി മുഴുവൻ ചിതറി വീണു. വെടിയുണ്ട പഞ്ഞിക്കിടയിൽ എവിടെയോ ഉണ്ട്. മെറ്റൽ ഡിറ്റക്ടർ പഞ്ഞി കഷ്ണങ്ങൾക്ക് മുകളിലൂടെ നീങ്ങി. എന്തെങ്കിലും ലോഹസാധനങ്ങളുണ്ടെങ്കിൽ ഡിറ്റക്ടർ ബീപ് ശബ്ദം പുറപ്പെടുവിക്കും. മിനിറ്റുകൾക്കകം വെടിയുണ്ട കണ്ടെത്തി. പരീക്ഷണം വിജയിച്ചതോടെ പോലീസിന്റെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. ശവശരീരത്തിൽ നിന്നും തീർച്ചയായും വെടിയുണ്ട കണ്ടുപിടിക്കാനാവുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ നിർണായകമായ ആ ദിവസം വന്നെത്തി. ചാവക്കാട് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്നും ജോണിയുടെ മൃതദേഹം അടക്കം ചെയ്ത പേടകം പുറത്തെടുത്തു. വലിയ ജനക്കൂട്ടമാണ് അന്ന് പള്ളി പരിസരത്ത് തടിച്ചുകൂടിയത്. മൃതദേഹം പെട്ടിയിൽ നിന്നും കുഴിക്കരികിൽ നിവർത്തിയിട്ട ഒരു വലിയ ക്യാൻവാസ് ഷീറ്റിലേക്ക് മാറ്റി. മൃതദേഹം ചീഞ്ഞഴുകി കറുത്ത മാംസപിണ്ഡമായി മാറിയിരുന്നു. ഓരോ ശരീരഭാഗവും കയ്യിലെടുത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കാൻ തുടങ്ങി. പോലീസുകാർ മെറ്റൽ ഡിറ്റക്ടർ അതിനു മുകളിൽ പിടിക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വെടിയുണ്ട കണ്ടില്ല. ഇടയ്ക്ക് ഡിറ്റക്ടർ ബീപ് ശബ്ദമുണ്ടാക്കി. അവർ ആകാംക്ഷയോടെ നോക്കി. അത് ശവപ്പെട്ടിയുടെ ഒരു തുരുമ്പിച്ച ആണിയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞു. വെടിയുണ്ട കാണാനില്ല.
വീണ്ടും പരിശോധന തുടർന്നുകൊണ്ടിരുന്നു. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗമെടുത്ത് മെറ്റൽ ഡിറ്റക്ടറിന് താഴെ കാണിച്ചപ്പോൾ ഉച്ചത്തിൽ ബീപ് ശബ്ദം മുഴങ്ങി. അതിനുള്ളിൽ നോക്കിയപ്പോൾ കണ്ടു ഒരു 0.22 ബുള്ളറ്റ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന പ്രതീതി. ഒളിഞ്ഞുകിടന്ന ഒരു വലിയ സത്യത്തെ മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയോടെ അവർ ആ വെടിയുണ്ട പരിശോധിച്ചു. സാധാരണയായി വെടിയുണ്ട തോക്കിൽ കുഴലിൽ നിന്നും പുറത്തു വരുമ്പോൾ അതിൽ പൊഴികൾ ഉണ്ടാകും. തോക്കിൻ കുഴലിൽ വരമ്പുകൾ ഉള്ളതുകൊണ്ടാണ് വെടിയുണ്ടയിൽ ഇപ്രകാരം പൊഴികൾ ഉണ്ടാവുന്നത്. എന്നാൽ ആ വെടിയുണ്ടയിൽ പൊഴികളില്ലായിരുന്നു. അതിന്റെ അർത്ഥം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിൽ റൈഫിളിംഗ് ഇല്ലാത്ത വ്യാജ നിർമ്മിതമായ തോക്കാണെന്നാണ്. കൊല്ലന്മാർ രഹസ്യമായി ഉണ്ടാക്കുന്ന തോക്ക്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന തോക്കുകളിൽ മാത്രമേ റൈഫിളിംഗ് കാണൂ. തൃശൂർ, മലപ്പുറം ഭാഗങ്ങളിൽ കള്ളത്തോക്കുണ്ടാക്കുന്ന നിരവധി പേർ അക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു തെളിവ് കൂടി ലഭിച്ചു. ഇനി ഒരു കാര്യം കൂടി മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ആരാണ് ജോണിയുടെ ഘാതകൻ? അന്ന് സന്ധ്യയ്ക്ക് കടവരാന്തയിൽ നിന്ന ആളുകളെയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. മഴയത്ത് ആളുകൾ വരാന്തയിൽ നിൽക്കുമ്പോഴാണ് ഇടിയൊച്ച കേട്ടതും ജോണി മരിച്ചു വീണതും. അപ്പോൾ ഒരാൾ മാത്രം മഴയിലേക്ക് ഇറങ്ങി ധൃതിയിൽ നടന്നു പോകുന്നത് കണ്ടെന്ന് വിവരം കിട്ടി. ആ ഇടയ്ക്കാണ് 0.22 വെടിയുണ്ട കിട്ടുമോ എന്ന് അന്വേഷിച്ച ഒരാൾ ആ പ്രദേശത്ത് വന്നതായും അറിയാൻ കഴിഞ്ഞു. കേസ് അന്വേഷണത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. ജോണിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ജോണി ഇല്ലാതായാൽ ആർക്കാണ് പ്രയോജനം? ഇതൊക്കെയായിരുന്നു CBI അന്വേഷിച്ചത്. അവർ ശരിയായ ദിശയിലായിരുന്നു നീങ്ങിയത്. ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ജോണിയോട് വിരോധമൊന്നുമില്ലായിരുന്നു. ബിസിനസ്സിൽ മാത്രമേ ജോണിക്ക് എതിരാളിയുണ്ടായിരുന്നുള്ളൂ. ചാവക്കാട് ചന്തയിൽ തന്നെയുള്ള മറ്റൊരു പച്ചക്കറി കടക്കാരൻ. പച്ചക്കറി വില കുറച്ചു വിൽക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ മത്സരവും അതിന്റെ പേരിൽ അയാൾക്ക് ജോണിയോട് വൈരാഗ്യവും ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ അയാളാണ് വാടക കൊലയാളിയെ കൊണ്ട് ജോണിയെ കൊല്ലിച്ചതെന്ന് തെളിഞ്ഞു. ഒരു കുറ്റകൃത്യവും മൂടിവെക്കാനാവില്ല. എത്ര വിദഗ്ധമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും എവിടെയെങ്കിലും ഒരടയാളം, ഒരു തെളിവ് അവശേഷിക്കപ്പെടും. ആ തെളിവ് എന്തെങ്കിലും സത്യത്തിലേക്ക് നയിക്കും. മറ്റൊരു കഥ കൂടി നമ്മൾക്ക് കേൾക്കാം. അതിരാവിലെ കുട്ടനാട്ടിലെ പുളിങ്കുന്നാറ്റിൽ വല വീശുമ്പോഴാണ് മീൻപിടുത്തക്കാരൻ രാഘവൻ തലയില്ലാത്ത ഒരു ശവം ഒഴുകി വരുന്നത് കണ്ടത്. രാഘവന്റെ ഉച്ചത്തിലുള്ള വിളികേട്ട് ഇരുകരയിൽ നിന്നും ഏതാനും ചെറുപ്പക്കാർ വള്ളങ്ങളിറക്കി ശവം കയറുകെട്ടി കരയ്ക്കടുപ്പിച്ചു. അടിവസ്ത്രം മാത്രം ധരിച്ച ശവം ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. വയറിൽ നെടുകെയുള്ളൊരു മുറിവിലൂടെ കുടൽ പുറത്തു ചാടിയിരുന്നു. വിവരമറിഞ്ഞ് പുളിങ്കുന്ന് സബ് ഇൻസ്പെക്ടറും പോലീസുകാരും സ്ഥലത്തെത്തി. ഫോറൻസിക്കുകാരും സ്ഥലത്തെത്തി. മൃതദേഹം പരിശോധന തുടങ്ങി. ഏതോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കഴുത്തു മുറിച്ച് തല വേർപെടുത്തിയിരിക്കുന്നു. വയറും കീറി തുറന്നിരിക്കുന്നു. കൊല ചെയ്തിട്ട് കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ശിരസ് മുറിച്ച് മാറ്റിയതെന്ന് വ്യക്തം. വയറ് കീറി തുറന്നിട്ട് ശവശരീരം വെള്ളത്തിലിട്ടാൽ സാധാരണഗതിയിൽ പൊന്തിവരാറില്ല. ഒരു പ്രൊഫഷണൽ കൊലയാളിയായിരിക്കും കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസിന് തോന്നി. ഉടലിൽ തിരിച്ചറിയാവുന്ന അടയാളങ്ങളൊന്നുമില്ലായിരുന്നു. തലയില്ലാത്ത ആളെ തിരിച്ചറിയാനോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധ്യതയില്ലെന്നോർത്ത് അന്വേഷകർ നിരാശരായി. ഇൻക്വസ്റ്റ് തീരാറായപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചിത്രമായൊരു കാഴ്ച കാണുന്നത്. ഒരു ശിരസ് ആറ്റിലൂടെ ഒഴുകി വരുന്നു. മുട്ടപ്പായലിന്റെ ഒരു ചെറുമെത്തയിലേറി ആ ശിരസ് ആറ്റിലൂടെ മൃതശരീരം പരിശോധന നടക്കുന്ന കരയുടെ ഓരത്തേക്ക് മെല്ലെ ഒഴുകി വന്നു. ആ ശിരസ് വെള്ളത്തിൽ നിന്നും വീണ്ടെടുത്ത് ഉടലുമായി ചേർത്ത് വെച്ച് പരിശോധിച്ചു. മുറിപ്പാടുകൾ തമ്മിൽ കൃത്യമായി യോജിക്കുന്നു. എന്നാൽ ശിരസിൽ മുഖത്തെ തൊലി അഴുകി ഇളകിപ്പോയതിനാലും കണ്ണുകളും നാവും ചീഞ്ഞു വീർത്തതിനാലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു. പോലീസ് സർജൻ സ്ഥലത്തെത്തി മൃതദേഹ പരിശോധന തുടങ്ങി. അത് 35 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷന്റെ മൃതശരീരമായിരുന്നു. കഴുത്തു മുറിച്ചതും വയറു കീറിയതും മരണശേഷമാണെന്നും മൂർച്ചയുള്ള കത്തികൊണ്ടാണെന്നും ഡോക്ടർ അഭിപ്രായപ്പെട്ടു. തലയിലോ ഉടലിലോ മാരകമായ മുറിവുകളോ രോഗലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. ആന്തരികാവയവങ്ങളിൽ ശ്വാസം മുട്ടി മരിച്ച ലക്ഷണങ്ങളാണ് കാണപ്പെട്ടത്. കഴുത്തിലോ മുഖത്തോ ബലപ്രയോഗം നടത്തിയതുകൊണ്ടായിരിക്കാം മരണമുണ്ടായത്. എന്നാൽ മുഖം അഴുകിയതുകൊണ്ടും കഴുത്തു മുറിച്ചതുകൊണ്ടും വ്യക്തമായൊരു അഭിപ്രായം പറയാൻ സാധിക്കുമായിരുന്നില്ല. ആളെ തിരിച്ചറിയാൻ ഉതകുന്ന പ്രത്യേകതകളൊന്നുമില്ലായിരുന്നു. അന്നത്തെ ദിനപത്രങ്ങളിൽ സോമൻ എന്ന ഹരിപ്പാട്ടുകാരനായ ബാങ്കു ജീവനക്കാരനെ ഒരാഴ്ചയായി കാണാനില്ല എന്നൊരു പരസ്യമുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട DYSP ഉടനെ ഹരിപ്പാട്ടുള്ള സോമന്റെ ബന്ധുക്കളെ പുളിങ്കുന്നിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് ശവം കാണിച്ചെങ്കിലും അവർക്കത് സോമനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അന്നേ ദിവസം സോമന്റെ ഭാര്യയ്ക്ക് അയാൾ എറണാകുളത്ത് നിന്നും പോസ്റ്റ് ചെയ്ത ഒരു കത്തും ലഭിക്കുകയുണ്ടായി.
എന്നാൽ സോമന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും അയാളുടെ മേൽത്താടിയിലെ മധ്യത്തിലെ പല്ലുകൾക്ക് ശവത്തിന്റെ പല്ലുകളുമായി സാമ്യമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് രാമങ്കരി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. ഒരു ബോട്ട് ഡ്രൈവറായ തോമസ് താനൊരു ചെറുപ്പക്കാരന്റെ ശവം രാമങ്കരി സബ് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം അയാളുടെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും ബോട്ടിൽ കയറ്റിക്കൊണ്ടുപോയി ആറ്റിൽ തള്ളിയെന്ന് മദ്യലഹരിയിൽ വീമ്പിളക്കിയത്രേ. അത് കേട്ട ഒരാളാണ് ആ വിവരം പോലീസുകാരനെ അറിയിച്ചത്. പോലീസുകാരനിൽ നിന്നും വിവരം ലഭിച്ച ഡിവൈഎസ്പി ബോട്ട് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിവരം പുറത്തറിഞ്ഞത്. രാമങ്കരി സബ് ഇൻസ്പെക്ടറുടെ പോലീസ് ബോട്ടിലെ ഡ്രൈവറായിരുന്നു തോമസ്. ശവം കാണുന്നതിന് 3 ദിവസം മുമ്പ് ഒരു രാത്രിയിൽ തോമസിനെ SI അയാളുടെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി. കുളിമുറിയിൽ ഒരാളുടെ ശവം കിടക്കുന്നത് കാണിച്ചു കൊടുത്തു. ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും ശവം ആറ്റിൽ കൊണ്ടിടാൻ സഹായിക്കണമെന്നും പറഞ്ഞു. ഭയചകിതനായ തോമസ് ആ അഭ്യർത്ഥന നിരസിച്ചപ്പോൾ ഇൻസ്പെക്ടറുടെ മട്ടുമാറി. തോമസിന് നേരെ റിവോൾവർ ചൂണ്ടിയപ്പോൾ അയാൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ചേർന്ന് ശവം ബോട്ടിൽ കയറ്റി. ആറ്റിലൂടെ ബോട്ട് നീങ്ങി. ബോട്ടിൽ വെച്ച് തന്നെ ഇൻസ്പെക്ടർ ഒരു കത്തി കൊണ്ട് ശവത്തിന്റെ കഴുത്ത് മുറിച്ച് തല വെള്ളത്തിലിട്ടു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ ശവത്തിന്റെ വയറ് കീറി തുറന്ന് ഉടലും വെള്ളത്തിലിട്ടു. അതിനുശേഷം അവർ തിരികെ പോന്നു. കുറ്റബോധം കൊണ്ടും ഭയം കൊണ്ടും 2 ദിവസം തോമസ് വെളിയിലിറങ്ങാതെ വീട്ടിലിരുന്ന് മദ്യപിച്ചു. അങ്ങനെ മദ്യപിച്ചിരുന്ന വേളയിലാണ് ഒരു സുഹൃത്തിനോട് കുറ്റസമ്മതം നടത്തിയത്. തുടർന്ന് രാമങ്കരി സബ് ഇൻസ്പെക്ടറെ ഡിവൈഎസ്പി കസ്റ്റഡിയിലെടുത്തു. പ്രതിയായ സബ് ഇൻസ്പെക്ടർ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകിയില്ല. ആഴ്ചകൾക്കകം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആറ്റിലൂടെ ഒഴുകി വന്ന ശിരസും കൊല്ലപ്പെട്ടുവെന്ന് കരുതുന്ന സോമന്റെ മുഖത്തിന്റെ ചിത്രവും ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് താരതമ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ശിരസിൽ അവശേഷിച്ചിരുന്ന മാംസഭാഗങ്ങളൊക്കെ മാറ്റി തലയോട് ക്രൈംബ്രാഞ്ചിലെത്തിച്ചു. സോമന്റെ വിവാഹ ഫോട്ടോയിൽ നിന്നും അയാളുടെ മുഖത്തിന്റെ ചിത്രം പ്രത്യേകമായി പകർത്തിയെടുത്ത് യഥാർത്ഥ വലിപ്പത്തിലാക്കി. തലയോടിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ചിത്രവുമായി സൂപ്പർ ഇമ്പോസ് ചെയ്താണ് താരതമ്യ പഠനം നടത്തിയത്. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് സൂപ്പർ ഇമ്പോസിഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. തലയോടും മുഖവും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് കണ്ടുപിടിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും കൊല്ലപ്പെട്ട സോമന്റെ ബാഗും പുളിങ്കുന്നാറ്റിൽ വലിച്ചെറിഞ്ഞിരുന്നുവെന്ന് ബോട്ട് ഡ്രൈവർ മൊഴി നൽകിയതനുസരിച്ച് സ്ഥലവാസികളായ കക്കവാരുന്ന തൊഴിലാളികളെ കൊണ്ട് മുങ്ങിത്തപ്പിച്ചു. എങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നീട് നേവിയുടെ സഹായം തേടി. നേവിയുടെ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധന്മാർക്ക് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ബാഗ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞു. ഒരാഴ്ച നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സബ് ഇൻസ്പെക്ടർ കുറ്റസമ്മതം നടത്തി. സബ് ഇൻസ്പെക്ടർ രാമങ്കരി പോലീസ് ക്വാർട്ടേഴ്സിൽ 2ാം ഭാര്യയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ആ സ്ത്രീയുടെ പൂർവ്വകാമുകനായിരുന്നു കൊല്ലപ്പെട്ട ബാങ്ക് മാനേജർ സോമൻ. അവരുടെ ബന്ധം തുടരുന്നുണ്ടെന്ന സംശയമാണ് സബ് ഇൻസ്പെക്ടറെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്. 2ാം ഭാര്യയെ കൊണ്ട് തന്ത്രത്തിൽ സോമനെ ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ശിരസ് മുറിച്ച് വെള്ളത്തിലിട്ടാൽ പൊന്തിവരില്ലെന്ന് അയാൾ കരുതി. അതുപോലെ വയറു കീറിയാൽ ഉടലും. അത് രണ്ടും സംഭവിക്കാത്തത് വിധി വിപരീതമായെന്നേ പറയേണ്ടു. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട SIയെ സർവീസിൽ നിന്നും നീക്കി. ശിരസിലെ പ്രധാന ഭാഗം തലയോടും അതിനുള്ളിലെ തലച്ചോറുമാണ്. വെള്ളമോ വായുവോ കടക്കാത്ത ഒരു ഛേദിച്ച ശിരസ് എങ്ങനെ വെള്ളത്തിൽ പൊന്തിക്കിടന്നു എന്ന് ചോദിച്ചാൽ ശിരസിലെ പ്രധാന ഭാഗം തലയോടും അതിനുള്ളിലെ തലച്ചോറുമാണ്. വെള്ളമോ വായുവോ കടക്കാത്ത ഒരു പെട്ടി പോലെയിരിക്കുന്ന തല വെള്ളത്തിൽ ഒരു കുടം പോലെ പൊന്തിക്കിടക്കും. എന്നാൽ തല ചീഞ്ഞു കഴിഞ്ഞാൽ തലച്ചോർ ദ്രവരൂപത്തിൽ ബഹിർഗമിക്കുകയും തലയോട്ടിനുള്ളിൽ വെള്ളം കയറി അത് മുങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ വയറു കീറിയാലും വെള്ളത്തിലിട്ട ശവശരീരം ചെയ്യുമ്പോൾ കുടലിൽ വാതകങ്ങൾ നിറഞ്ഞ് ശവം പൊന്തിവരും. ശാസ്ത്രീയമായി ഇങ്ങനെയെല്ലാം വിശദീകരണങ്ങൾ നൽകാമെങ്കിലും ഒരു ജീവന്റെ തിരുനാളം തല്ലിക്കെടുത്താൻ ആർക്കാണ് അവകാശം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.